ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വേറൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഇത് ചിക്കൻ കോഴി ഇറ്റാലിയൻ സ്റ്റൈലിൽ കുക്ക് ചെയ്യുന്നതാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന കുറേ ഇലകളാണ്. ഈ ഇലകളാണ് ഈ കറിക്ക് മണവും രുചിയും കൊടുക്കുന്നത്. നമ്മളിവിടെ മസാലയൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ. ഈ ഇലയുടെയൊക്കെ പേര് ഒന്ന് ആദ്യത്തെ റോസ്മരീനോ, തീമോ, സാൽവിയ എന്ന് പറഞ്ഞ 3 ചെടികളുടെ ഇലകളാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ അതിനകത്തോട്ട് ഇടുമ്പോൾ ഈ ഇറച്ചിക്ക് നല്ല മണവും പിന്നെ രുചിയും കിട്ടുന്നു. ഇത് കോഴിക്കാലാണ്. എവിടെയോ നടന്ന കുറേ കോഴികൾ, അതിൻ്റെ കാലുകൾ. ഇപ്പോൾ ഈ കാണുന്നത് വീഞ്ഞാണ്. വീഞ്ഞ് ഇതിനകത്ത് ചേർക്കുന്നത്. വീഞ്ഞ് ഇതിനകത്ത് പ്രധാന ഒരു ഇതാണ്. ഈ വീഞ്ഞ് ഇവിടെ വിലക്കുറവാണ്. ഇതിന് ഏതാണ്ട് 1 ലിറ്റർ ഏതാണ്ടും ഉണ്ട്. പക്ഷേ ഇവിടെ ഏതാണ്ട് 1 യൂറോ ഏതാണ്ടും അടുത്തുള്ളൂ ഈ വീഞ്ഞിന്. ഈ വീഞ്ഞ് ഇവിടുത്തെ ആൾക്കാർ പറയണത് കാരണം 1 യൂറോയ്ക്ക് ഇങ്ങനത്തെ ഒരു വീഞ്ഞ് ആർക്കും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുകയില്ലെന്ന്. പക്ഷേ ഇവർ പറയണത് ഇത് സിന്തറ്റിക് ആയിരിക്കണമെന്നാണ് ഇവിടുത്തെ ഉള്ള ആൾക്കാർ പറയണത്. ഈ വീഞ്ഞ് സാധാരണ ഇവിടെയുള്ള ആൾക്കാർ ഈ കറിക്ക് മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ പിച്ചക്കാരൊക്കെ കുടിക്കണത് ഈ വീഞ്ഞ് കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് ഓലിയോയുടെ ഓയിലാണ്. പിന്നെ ഇപ്പം എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. ഈ കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തക്കാളിയുടെ സോസ്. കാരണം നമ്മുടെ നാട്ടിൽ തക്കാളിയുടെ സോസ് കിട്ടുമായിരിക്കും, പക്ഷെ അതിന് ഒരു മധുരം ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടുത്തെ തക്കാളിയുടെ സോസ് എന്ന് പറയുമ്പം ശരിക്കുള്ള തക്കാളിയുടെ ചാറ് തന്നെയായിരിക്കും. ഇനി ആദ്യത്തെ പരിപാടി ഇതാണ്. ഇതിൻ്റെ ഈ കോഴിയുടെ ആ കാലിൻ്റെ മുകളിലുള്ള തൊലി കളയുക. ഞാൻ എന്നിട്ട് തൊലി കളഞ്ഞിട്ട് എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ 2 കോഴികൾ, ഞാൻ ആ വഴിക്കൊക്കെ പോകുമ്പം ഈ കോഴികൾ എന്നാ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ നല്ല സ്പീഡിൽ പോയാണെങ്കിൽ ഓടി വന്ന് എൻ്റെ കാലിനോട്ട് കൊത്തും. ഒരു പക്ഷേ ഞാൻ എപ്പോഴും തീറ്റ കൊടുക്കുന്നതിൻ്റെ ഇതിനായിരിക്കും. അന്നേരം ഞാൻ എന്ത് ചെയ്യും, ഈ തൊലി എടുത്തിട്ട് നല്ല നല്ല ചെറിയ പീസായിട്ട് കണ്ടിച്ചിട്ട് ഈ കോഴിക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇപ്പോൾ ഈ കാണുന്നത് ഈ തൊലി ഞാൻ കളയുന്നതാണ്. ഈ തൊലി ഇത് വലിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ നാട്ടിൽ കുളത്തിൽ പോയി വരാലിനെ കയറി പിടിക്കുന്നത്. വരാലിനെ പിടിച്ചു കഴിഞ്ഞാൽ കയ്യിലിരിക്കുകയില്ല, തെന്നി അങ്ങ് പോകും എന്ന് പറഞ്ഞ പോലെ വരാലിനെ പിടിക്കണ പോലെ ഈ കാലിൻ്റെ എന്നുള്ള തൊലി അങ്ങ് മാറ്റിയെടുക്കണം. നമ്മൾ പറിക്കാൻ തുടങ്ങുമ്പോൾ അങ്ങ് കയ്യിൽ നിന്ന് മാറിപ്പോകും. കാരണം അതിൻ്റെ നെയ്യൊക്കെ നമ്മുടെ കൈ പറ്റുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര പാടായിരിക്കും. ഇനി വെളുത്തുള്ളി ആണ് ഇതിനകത്ത് ഇടേണ്ടത്, ചേർക്കേണ്ട ഒരു കാര്യമാണ്. ഞാനൊരു 6 പീസ് ആണ്ട് എടുത്തുണ്ട്. എന്നിട്ട് നമ്മൾ ആ വെളുത്തുള്ളി വളരെ സ്ലൈസായിട്ട് കട്ട് ചെയ്യണം. ഒരുപക്ഷെ അതിന് ഇത്തിരി മണമൊക്കെ കിട്ടുമായിരിക്കും അതിനുവേണ്ടി. പക്ഷെ ഞാൻ കണ്ടത് ഇവിടെ ഇറ്റാലിയൻ വീട്ടിലൊക്കെ ഞാൻ കഴിച്ചപ്പോൾ അവർ ഈ വെളുത്തുള്ളി ഇടുന്നതായിട്ട് ഞാൻ കണ്ടില്ല. എന്നാലും ഞാൻ അന്നേരം ഒരു ഇത്തിരി ഇന്ത്യൻ സ്റ്റൈലിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഇത്തിരി വെളുത്തുള്ളിയും കൂടെ ഞാൻ അതിനകത്തോട്ട് കണ്ടിച്ചിടുകയാണ്. ഞാനുള്ളത് പിയേവതി തേക്കോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ സ്ഥലത്തിന് ഇത്തിരി ഒരു 5 മിനിറ്റ് അങ്ങ് പോയി കഴിഞ്ഞാൽ വെസാലിക്കോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ വെളുത്തുള്ളി അവർ കൃഷി ചെയ്യുന്നുണ്ട്. ഇറ്റലിയിൽ വെസാലിക്കോയിലെ വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ്. അതെന്നാന്ന് പറഞ്ഞാൽ അത് കറുത്തതാണെന്ന് അവർ പറഞ്ഞു. ആ വെളുത്തുള്ളി കറുത്തതാണ്. ഞാൻ ചെറിയതാണ്, കറുത്തതാണ്. പിന്നെ അതിലൊരു എന്നാന്ന് ഞാൻ അതിൻ്റെ തോന്നിയത് നല്ല മണമാണ്. ഈ വെസാലിക്കോ എന്ന് പറഞ്ഞാൽ ചെറിയ വില്ലേജാണ്. പക്ഷേ ഈ ഇറ്റലിയിൽ മൊത്തം ഒട്ടുമിക്ക ആൾക്കാർക്കും വെസാലിക്കോയിലെ വെളുത്തുള്ളി അറിയാവുന്നതാണ്. നല്ല മണമൊക്കെ ഉള്ളതുകൊണ്ട്. ഇനി എൻ്റെ കുക്കിംഗ് ഞാൻ തുടങ്ങിയാണ്. ആദ്യമായി ഇത് വെക്കലാണ്, ഉണ്ടാക്കേണ്ട പാത്രം വെക്കുകയാണ്. പാത്രം പിന്നെ തീ ആദ്യത്തെ പ്രാവശ്യം ഞാൻ കുറച്ച് നേരം ഒന്ന് ചൂടാകാൻ വേണ്ടി നല്ല ഫ്ലെയിമിൽ നല്ല തീയിൽ വെച്ച് ഒന്ന് ചൂടാക്കിയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്.
ഇതിന്റെ പുറകിൽ കുക്കിങ്ങിന്റെ പുറകിൽ നിങ്ങൾക്ക് രണ്ടുമൂന്ന് പെട്ടി പോലെ ഇരിക്കുന്ന സാധനം കാണിക്കും. ഒരു പെട്ടി പോലെ സാധനം അതിവിടെ ചൂടാക്കുന്ന സാധനമാണ്. അതായത് തണുപ്പ് കാലത്ത് ഈ സാധനം കൊണ്ടാണ് ചൂടാക്കുന്നത്. ഒന്ന് ഒരു നമ്മുടെ നാട്ടിലെ പശുവിനൊക്കെ കൊടുക്കുന്ന തിരി പോലത്തെ ഒരു സാധനം ഇട്ടാണ് കത്തിക്കണം. മറ്റേതൊന്ന് വെള്ളം ചൂടാക്കി ഇങ്ങനെ വെള്ളം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അന്നേരം നമ്മുടെ റൂമിനകത്ത് ചൂട് കിട്ടും. അങ്ങനത്തെ രണ്ട് സാധനങ്ങളാണ് നിങ്ങൾ എൻ്റെ കുക്കിംഗ് ആണ് എൻ്റെ പുറകെ കാണാൻ സാധിക്കുന്നത്. ആദ്യത്തെ പരിപാടി എന്നാന്ന് പറഞ്ഞാൽ ഒലീവ് ഓയിൽ, ആവശ്യത്തിനുള്ള ഒലീവ് ഓയിൽ ഈ ഇതിനകത്തോട്ട് ഒഴിക്കുക എന്നുള്ളതാണ്. ഈ പാത്രത്തിനകത്ത് ഒഴിച്ചിട്ട് ഇപ്പം ആ പാത്രം നല്ല ചൂടായിട്ട് ഇരിക്കുകയാണ്. നേരം ഇനി നമ്മൾ ആ ഇറച്ചിയും കൂടെ ഇടുമ്പോൾ ആ തീയൊന്ന് കുറയ്ക്കണം. അല്ലെങ്കിൽ ചിലപ്പം പെട്ടെന്ന് അത് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ടായിരിക്കും. അതുകൊണ്ട് തീയുടെ അളവൊന്ന് കുറയ്ക്കുക. എന്നിട്ട് കുറച്ചതിന് ശേഷം അത് നമ്മൾ മൂടി വെക്കുക. മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് നേരം അങ്ങനെ മൂടി വെച്ചേക്കുക. നമ്മൾ ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് നോക്കണം, തുറന്ന് നോക്കണം. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇറച്ചിക്ക് അതിൻ്റെ ഇറച്ചിയിലുള്ള വെള്ളം പോകണം. കാരണം ചിക്കനകത്ത് ഇഷ്ടംമാതിരി വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം പോകണം. പിന്നെ അതിൻ്റെ ഒരു നല്ല ഇതെന്ന് പറഞ്ഞാൽ ആ ഇറച്ചി നല്ല റോസ് കളറാണ്. ഒരു റോസ് കളറാണ് ഇതിനകത്ത് കിടന്ന് ശരിക്കും ഒന്ന് റോസ് കളർ കഴിയുമ്പോഴാണ് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനൊരു സ്പൂണാണ്, ഒരു സ്പൂണിൻ്റെ അത്രയും ഉപ്പ് അതിനകത്ത് ഇടുക. കൂടാതെ നമ്മൾ ഈ തവി വെച്ച് ഇതിനകത്തോട്ട് കുത്തുമ്പം ചന്ന ഭിന്നം കുത്തരുത്. കുത്തിക്കഴിഞ്ഞാൽ സാധാരണ ഇത് ഒരു പക്ഷേ വേകാനൊക്കെ തുടങ്ങിക്കാണും. അന്നേരം അതിന് ആ കാലിൻ്റെ ഷേപ്പ് അങ്ങ് പോകും, അവിടുത്തെ ദശയൊക്കെ വിട്ടുപോകാൻ തുടങ്ങും. അതുകൊണ്ട് തവി വെച്ച് കുത്തുമ്പം വളരെ സാവധാനം കുത്തിയാണെങ്കിൽ നമുക്ക് നല്ല ഷേപ്പൊക്കെ ആയിട്ട് കിട്ടും. പിന്നെ ഉപ്പിട്ടതിന് ശേഷം പിന്നെയും ഒരു 5-10 മിനിറ്റ് നേരം പിന്നെയും മൂടി വെക്കുക. മൂടി വെച്ചതിന് ശേഷം ഇതിനകത്തെ ഏറ്റവും നല്ലൊരു ഐറ്റമായ ഈ വീഞ്ഞി, ഈ വൈറ്റ് വൈൻ ഒഴിക്കുക. ആവശ്യത്തിന് അധികം ഒഴിക്കരുത്, ഒരു ഇത്തിരി ഒഴിക്കുക. അതൊഴിച്ച് പിന്നെ മൂടി വെച്ചേക്കുക. എന്നിട്ട് മൂടി വയ്ക്കണമെന്ന് മുമ്പ് ഒന്നും കൂടെ ആ വൈനകത്ത് ഇറച്ചിയൊക്കെ ഒന്ന് മുങ്ങിയിരിക്കാൻ വേണ്ടി ആ തവി വെച്ച് ആ വൈൻ്റെ ഒക്കെ സൈഡിലോട്ടൊക്കെ ഒന്ന് മുക്കി ഒന്ന് വെക്കുക. അന്നേരം ഈ വൈൻ്റെ പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മണമാണ്. ഇതിനും നല്ലൊരു മണം കിട്ടും ഇറച്ചിക്കും. അതിനുവേണ്ടിയാണ് ഈ വൈൻ ഒഴിക്കുന്നത്. ഒരു 10-25 മിനിറ്റായി വൈനൊക്കെ ഒഴിച്ചതിന് ശേഷം, അതിനുശേഷം ഇത് തുറന്നതിന് ശേഷം അടുത്ത ഐറ്റങ്ങൾ ഒക്കെ നമ്മൾ ചേർക്കുന്നത് ഈ വെളുത്തുള്ളി, നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ സൽവിയ എന്ന് പറഞ്ഞ ഇല, പിന്നെ സൽവിയ, തീമോ, പിന്നെ ഇതാണ് തീമോ, ഒരു ചെറിയ ഇലയാണ്. പക്ഷെ നല്ല മണ സാധനത്തിന്. ഈ സാധനം ഞാനിവിടെ ഞങ്ങൾക്ക് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. അത് പക്ഷേ ഈ മഞ്ഞുകാലത്ത് ആ മഞ്ഞ് വീണ് ഉണങ്ങിപ്പോയി. എന്നിട്ട് ഇത് ഈ സൈഡിൽ കാടിൻ്റെ ഒക്കെ സൈഡിലുണ്ടായിരിക്കും. എന്നിട്ട് ഞാൻ ഇന്നലെ നടക്കാൻ വേണ്ടി പോയ സമയത്ത് ഈ സാധനം പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് ഇത് പിന്നെയും കുറച്ച് നേരം മൂടി വെച്ചേക്കുക. മൂടി വെച്ചതിന് ശേഷം ഈ തക്കാളിയുടെ ചാറ്, ഈ ചാറും കൂടെ ഒഴിച്ച് എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ആ തവി വെച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ആ ഇലയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ തക്കാളിയുടെ ചാറൊക്കെ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെയും കുറച്ച് നേരം മൂടി വയ്ക്കുക.
ഇനിയും നമ്മൾ കുറച്ചു നേരം വലിയ ഫ്ലെയിമിലൊന്നും ആയിരിക്കരുത് കേട്ടോ. കുറച്ച് ചെറിയ ഫ്ലെയിമിൽ വെക്കുക. വെച്ച് പിന്നെയും ഒരു 10 മിനിറ്റ് നേരം വേവിച്ചതിന് ശേഷം പിന്നെ എടുത്തതിന് ശേഷം ഈ പച്ചവെള്ളം, അധികം പച്ചവെള്ളം ഒഴിക്കരുത്, ഇത്തിരി പച്ചവെള്ളം ഒരു മേ ബി ഒരു ഗ്ലാസിന്റെ 1/2 ഗ്ലാസ് പച്ചവെള്ളം പിന്നെ ഒഴിച്ച് പിന്നെയും അതൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ വലിയ, എന്നിട്ട് ആ വെള്ളം പകുതിയും മുക്കാലും നമ്മൾ പറ്റിക്കണം. പിന്നെ ഇതിനിപ്പോ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇത് തുറന്നു കഴിഞ്ഞപ്പോൾ നല്ല മണ, ഈ വീഞ്ഞിന്റെയും മറ്റേ ഇലയുടെയൊക്കെ മണം വരികയാണ്. ഇതാണ് ഈ സാധനം റെഡിയായി. ഏറെക്കുറെ ഒരു 3/4 മണിക്കൂർ എടുത്ത് ഇപ്പം തിന്നാനുള്ള സമയമായി ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കാണ്. നിങ്ങൾ കണ്ടു നോക്കുക.